आनन्दाम्बुदिवर्धनम् प्रतिपदं पूर्णामृतस्वादनम् सर्वात्मा स्नपनं परं विजयते श्रीकृष्ण संकीर्तनम् नाम्नामकारि बहुधा निज सर्वशक्ते तत्रार्पित नियमित स्मरणेन कालः एतादृशी तव कृपा भगवन्ममापि दुर्दैवमीदृशमिह जनिनानुरागः तृणादपि सुनीचेन तरोरपि सहिष्णुना अमानिना मानदेन कीर्तनीय सदा हरि न धनं न जनं न सुन्दरीं कवितां वा जगदीश कामये मम जन्मनि जन्मनीश्वरे भवताद्भक्तिरहैतुकी त्वयि अयि नन्दतनुजा किङ्करं पतितं मां विषमे भवाम्बुधौ कृपया तव पादपङ्कज स्थितधूलि सदृशीं विचिन्तया नयनं गलदश्रुधारया वदनं गद्गदरुद्धया गिरा पुलकैर्निचितं वपुकथा तव नाम ग्रहणे भविष्यति युगायितं निमेषेण चक्षुषा प्रावृषायितं शून्यायितं जगत्सर्वं गोविन्द विरहेण मे आश्लिष्य वा पादरथापि नष्टो माम् अदर्शनात् मर्महतां करोतु वा यथा तथा वा विदधातु लम्पटो मत्प्राणनाथस्तु स एव नापरः हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे അർത്ഥം അത് വായിച്ചു. ഹരേ കൃഷ്ണ. ശിക്ഷാഷ്ടകം. ശിക്ഷാഷ്ടകം എന്ന പേരിൽ അറിയപ്പെടുന്ന 8 പദ്യങ്ങൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ദൗത്യവും ഉപദേശങ്ങളും വ്യക്തമായി വെളിപ്പെടുത്തുന്നു. പരമോന്നത മൂല്യമുള്ള ഈ പ്രാർത്ഥന ശ്ലോകങ്ങൾ ഇവിടെ പരിഭാഷപ്പെടുത്തി അവതരിപ്പിക്കുന്നു. ശ്ലോകം ചൊല്ലണ പ്രഭു? എന്താ ശ്ലോകം ചൊല്ലണത് അർത്ഥം വായിച്ചാൽ മതിയോ? അർത്ഥം മാത്രം വായിച്ചാൽ മതി. ശരി. വർഷങ്ങളായി അടിഞ്ഞുകൂടിയിട്ടുള്ള പൊടിപടലങ്ങൾ മാറ്റി ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതും ജനന മരണ വൃത്തിയുടെ അഗ്നിയെ ശമിപ്പിക്കുന്നതുമായ ശ്രീകൃഷ്ണ സങ്കീർത്തനം വാഴ്ത്തപ്പെടട്ടെ. ഈ സങ്കീർത്തന പ്രസ്ഥാനം മനുഷ്യവർഗത്തിനൊട്ടാകെയുള്ള പരമപ്രധാനമായ അനുഗ്രഹമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അത് അനുഗ്രഹ ചന്ദ്രന്റെ കിരണങ്ങൾ വിതറുന്നതാണ്. അത് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ കിരണങ്ങൾ വിതറുന്നതാണ്. അത് എല്ലാ ആധ്യാത്മിക ജ്ഞാനത്തിന്റെയും ജീവനാകുന്നു. അത് നാം ഏതൊന്നിനു വേണ്ടി സദാ ഉത്സുകരായിരിക്കുന്നുവോ ആ ദിവ്യാമൃതം മതിയാവോളം നുകരാൻ നമ്മെ പ്രാപ്തരാക്കുന്നു.
എന്റെ ഭഗവാനെ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മാത്രമേ ജീവജാലങ്ങൾക്ക് സർവ്വ അനുഗ്രഹവും അരുളാൻ കെൽപ്പുള്ളൂ. അങ്ങനെ അങ്ങേക്ക് കൃഷ്ണൻ, ഗോവിന്ദൻ എന്നിവ പോലെയുള്ള നൂറുകണക്കും ലക്ഷക്കണക്കുമായ നാമങ്ങളുണ്ട്. ഈ ആധ്യാത്മിക നാമങ്ങളിൽ അങ്ങയുടെ ആധ്യാത്മിക ശക്തികളാകെ നിക്ഷേപിച്ചിരിക്കുന്നു. ഈ നാമങ്ങൾ ആലപിക്കുന്നതിന് നിഷ്കൃഷ്ടമായ നിയമങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ പരിശുദ്ധ നാമങ്ങളെ അനായാസമന്യേ അങ്ങയുടെ അടുത്തെത്തുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കുന്നു. എന്നിട്ടും അവയോട് അഭിനിവേശം തോന്നാത്ത വിധം ഞാൻ തീരെ ഭാഗ്യം കെട്ടവനാണ്. ഒരുവൻ എളിമ നിറഞ്ഞ മാനസികാവസ്ഥയോടെ തൃണത്തേക്കാൾ എളിയവനാണ് താനെന്ന ചിന്തയോടെ ഭഗവാന്റെ പരിശുദ്ധ നാമം ഉച്ചരിക്കണം. അയാൾ മിഥ്യാബോധം ഒട്ടുമില്ലാതെ ഒരു മരത്തെക്കാളും സഹിഷ്ണുതയുള്ളവനായിരിക്കണം. അന്യർക്ക് എല്ലാ ബഹുമാനവും നൽകുവാൻ സന്നദ്ധനായിരിക്കുകയും വേണം. അത്തരം മാനസികാവസ്ഥയിൽ ഒരുവന് ഭഗവാന്റെ പരിശുദ്ധ നാമം നിരന്തരമായി ഉരുവിടാൻ കഴിയും. അല്ലയോ സർവശക്തനായ ദൈവമേ, എനിക്ക് സമ്പത്ത് ആർജിക്കുവാൻ ആശയില്ല. എനിക്ക് സുന്ദരിയായ തരുണികളിലും മോഹമില്ല. എനിക്ക് എത്രയെങ്കിലും അനുയായികളും ആവശ്യമില്ല. ജന്മങ്ങൾ തോറും അങ്ങയുടെ ഭക്തിപൂർവമായ പരിചര്യ മാത്രമേ എനിക്ക് വേണ്ടൂ. അല്ലയോ നന്ദ മഹാരാജ സൂനോ, ഞാൻ അങ്ങയുടെ നിത്യദാസനാണ്. എന്നിട്ടും എന്തുകൊണ്ടോ ഞാൻ ജനന മരണമാകുന്ന സാഗരത്തിൽ പതിച്ചിരിക്കുന്നു. ദയവുണ്ടായി എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്നും കരകയറ്റി അങ്ങയുടെ പാതാരബിന്ദങ്ങളിലെ പരമാണുക്കളിൽ ഒന്നായി വയ്ക്കണമേ. എന്റെ ഭഗവാനെ, എന്നാണ് അങ്ങയുടെ പരിശുദ്ധ നാമങ്ങൾ പാടവേ എന്റെ കണ്ണുകൾ നിരന്തരം പ്രവഹിക്കുന്ന പ്രേമാശ്രുക്കൾ അലങ്കൃതമായിരിക്കുന്നത്. സങ്കീർത്തനത്തിന്റെ എല്ലാ തൊണ്ടയിടറുകളും എന്റെ ശരീരം രോമാഞ്ചമണിയുകയും ചെയ്യുന്നത്. അല്ലയോ ഗോവിന്ദ, അങ്ങയുടെ വേർപാട് അനുഭവിക്കവേ ഒരു നിമിഷം, ഒരു യുഗമോ അതിലധികമോ ആയി എനിക്ക് തോന്നുന്നു. എന്റെ നേത്രങ്ങളിൽ നിന്ന് പെരുമഴ പോലെ കണ്ണുനീർ പ്രവഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത ലോകത്തിൽ എല്ലാം ശൂന്യമായി എനിക്ക് അനുഭവപ്പെടുന്നു. കൃഷ്ണനെ അല്ലാതെ ആരെയും എന്റെ പ്രഭുവായി ഞാൻ അറിയുന്നില്ല. അദ്ദേഹം എന്നെ തന്റെ ആശ്ലേഷത്താൽ പരുഷമായി വേദനിപ്പിക്കുകയോ എന്റെ മുന്നിൽ സന്നിഹിതനാകാതെ എന്നെ ഭക്തഹൃദയനാക്കുകയോ ചെയ്താലും എനിക്ക് അദ്ദേഹം അപ്രകാരം തന്നെ ആയിരിക്കും. അദ്ദേഹത്തിന് എന്തുമേലും ചെയ്യുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്തെന്നാൽ അദ്ദേഹം എന്നെയും നിരുപാധികമായി എന്റെ നാമാരാധനായ പ്രഭു ആയിരിക്കും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.